ബീർ മെഡിക്കൽ ഗ്രൂപ്പ് ആരോഗ്യമലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അർബുദം അഥവാ ക്യാൻസർ എന്ന വാക്ക് മലയാളികൾ ഇന്ന് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. എല്ലാ ജില്ലയിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 8 ലക്ഷത്തോളം പേരാണ് ക്യാൻസറിന് അടിമപ്പെടുന്നത്. ക്യാൻസറിൻ്റെ വിവിധ രൂപങ്ങളിലൊന്നാണ് ബ്ലഡ് ക്യാൻസർ. മറ്റ് അർബുദത്തെ പോലെ തന്നെ കണ്ടുപിടിക്കാനുള്ള താമസമാണ് പലപ്പോഴും ഈ അസുഖത്തെ മാരകമാക്കി മാറ്റുന്നത്. ഇന്നത്തെ ആരോഗ്യ മലയാളിയിൽ ചർച്ച ചെയ്യുന്നു ബ്ലഡ് ക്യാൻസർ. മലയാളികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു രോഗം, ആരെയും എപ്പോൾ വേണമെങ്കിലും പിടികൂടാവുന്ന ഒരു രോഗം, ബ്ലഡ് ക്യാൻസർ അഥവാ ലുക്കീമിയ. അർബുദങ്ങളിൽ ഏറ്റവും അപകടകാരിയായ ബ്ലഡ് ക്യാൻസർ ഇന്ന് കവർന്നെടുക്കുന്നത് ഒട്ടേറെ ജീവനുകളെയാണ്. രക്താർബുദം പലപ്പോഴും തുടക്കത്തിൽ തിരിച്ചറിയാൻ സാധിക്കില്ലെങ്കിലും ശരീരം കാട്ടിത്തരുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ ഒരു പരിധിവരെ രോഗത്തെ മനസ്സിലാക്കാം. തുടക്കത്തിലെയുള്ള ചികിത്സയാണ് രക്താർബുദത്തിൽ നിന്നും രക്ഷ നേടാനുള്ള ഏക മാർഗം. ഈ രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ, ചികിത്സ തുടങ്ങിയ ഫലപ്രദമായ ഒട്ടേറെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ആരോഗ്യ മലയാളിയിൽ ഇന്ന്. ബ്ലഡ് ക്യാൻസർ ഏതൊക്കെ തരത്തിലുണ്ട്? എല്ലാ പ്രായക്കാരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണോ ഇത്? ബ്ലഡ് ക്യാൻസർ അഥവാ രക്താർബുദം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 ടൈപ്പാണ്. ഒന്ന് അക്യൂട്ടായിട്ട് വരുന്നതെന്ന് പറയും, പിന്നൊന്ന് ക്രോണിക് എന്ന് പറയും. അതിൽ തന്നെ 2 വകഭേദങ്ങളുണ്ട്. അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ, അക്യൂട്ട് ലിംഫോയിഡ് ലുക്കീമിയ, AML അല്ലെങ്കിൽ ALL. ക്രോണിക്കിൽ തന്നെ CML അല്ലെങ്കിൽ CLL, ക്രോണിക് മൈലോയിഡ് അല്ലെങ്കിൽ ക്രോണിക് ലിംഫോയിഡ് ലുക്കീമിയാസ് എന്ന് പറയും. ഓരോന്നിൻ്റെയും രോഗത്തിൻ്റെ വരുന്ന രീതികൾ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ അക്യൂട്ട് ലുക്കീമിയ നമ്മൾ സാധാരണ പേരിൽ തന്നെയുണ്ട്, പെട്ടെന്ന് വരുന്ന ഒരു ക്യാൻസറാണ് രക്താർബുദം എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും പല പ്രായക്കാർക്കും പല രീതിയിലാണ് അത് വരുന്നത്. ക്രോണിക് ലുക്കീമിയകൾ കുറച്ചും കൂടി ഒരു മാസങ്ങളോളം അതിൻ്റെ രോഗലക്ഷണങ്ങളായിട്ടുണ്ടാവാം, ചിലപ്പോൾ അറിയാതെ തന്നെ പോയിരിക്കാം. അത് ഒരു സ്റ്റേജിൽ വരുമ്പോഴാണ് രക്തം ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ക്രോണിക് ലുക്കീമിയാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അക്യൂട്ട് ലുക്കീമിയ എന്ന് പറയുന്ന 2 വെറൈറ്റിയിൽ ALL എന്ന് പറയുന്നതും AML എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. AML എന്ന് പറയുന്ന വെറൈറ്റിയാണ് കൂടുതലായിട്ട് നമ്മൾ പ്രായം കൂടുന്നവർക്ക്, ഒരു 50ഓ 60ഓ വയസ്സിന് പ്രായം മുകളിലുള്ളവർക്കാണ് AML എന്ന് പറഞ്ഞ അസുഖം കൂടുതലായി കാണുന്നത്. ALL നമ്മൾ സാധാരണമായി കുട്ടികളിലാണ് കാണുന്നത്. കുട്ടികൾ കാണുന്ന പ്രായം സാധാരണ ഒരു 10 വയസ്സ് 15 വയസ്സിനുള്ളിലാണ് ഈ അസുഖം കണ്ടുപിടിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. ക്രോണിക് ലുക്കീമിയകൾ മുതിർന്ന ആൾക്കാരുടേതാണ്. സാധാരണ ഒരു 60ഓ 70ഓ വയസ്സ് പ്രായമുള്ള ആൾക്കാർക്കാണ് ഈ ക്രോണിക് ലുക്കീമിയകൾ കാണുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഈ അസുഖങ്ങൾ കുറച്ചും കൂടി നേരത്തെ പ്രായങ്ങളിൽ ഒരു 40ഓ 50ഓ വയസ്സിൽ വരെ കണ്ടു തുടങ്ങുന്ന പേഷ്യൻസ് നമുക്കുണ്ട്. എന്താണ് ബ്ലഡ് ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ? ക്യാൻസർ രോഗികളെ പൊതുവെ ബാധിക്കുന്ന ശരീരത്തിൻ്റെ തൂക്കക്കുറവ്, വിശപ്പില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങളല്ലാതെ ഈ അസുഖത്തെ പ്രത്യേകം തിരിച്ചറിയാൻ എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടോ? പ്രധാനമായിട്ടും രക്ത ക്യാൻസറുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ അക്യൂട്ട് ലുക്കീമിയ, ക്രോണിക് ലുക്കീമിയ, അതിൻ്റെ ഓരോന്നിൻ്റെ രോഗലക്ഷണങ്ങൾ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അക്യൂട്ട് ലുക്കീമിയ എടുക്കുകയാണെങ്കിൽ AML എന്ന് പറഞ്ഞ അസുഖം പ്രധാനമായിട്ടും രക്തക്കുറവ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ അനീമിയ വരുന്ന ഒരു സിറ്റുവേഷൻ്റെ സിംറ്റംസ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ രോഗലക്ഷണങ്ങളാണ്. അതിൻ്റെ രോഗലക്ഷണങ്ങൾ ഈ ചുവന്ന രക്താണുക്കൾ നമുക്ക് വേണ്ടത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രക്തം കുറയുന്നതിൻ്റെതായ രോഗലക്ഷണങ്ങൾ, അതായത് അമിതമായ ക്ഷീണം, നടക്കുമ്പോഴുള്ള കിതപ്പ്, കയറ്റം കയറാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും രക്തക്കുറവിൻ്റെ സിംറ്റംസ്. അതുപോലെ തന്നെ ഈ അക്യൂട്ട് ലുക്കീമിയകൾ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ടും നമുക്ക് പല സിറ്റുവേഷനിലും കണ്ടുപിടിക്കപ്പെടാറുണ്ട്. പ്ലേറ്റ്ലെറ്റ് നമ്മുടെ രക്തത്തിൽ ബ്ലീഡിങ് വരാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു രക്താണുവാണ്. അപ്പോൾ അതിൻ്റെ അളവ് കുറയുമ്പോൾ, ക്രമാതീതമായി കുറയുമ്പോൾ ശരീരത്തിൽ ബ്ലീഡിംഗ് ഉള്ളൊരു സാധ്യത, അത് സ്കിന്നിലാവാം, ചെറിയ പൊട്ടുകൾ മാതിരി, അല്ലെങ്കിൽ മൂക്കുന്ന വായുന്ന രക്തം വരുന്ന പോലെ ആവാം, അല്ലെങ്കിൽ ഈവൻ ഇൻറ്റേർണൽ മേജർ ബ്ലീഡിങ്, രക്തം ഛർദ്ദിക്കുകയോ അങ്ങനത്തെ രീതിയിലും വളരെ ചുരുക്കം ആൾക്കാർക്ക് കാണാറുണ്ട്. വേറൊരു രോഗലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് സെൽസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലമാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും ന്യൂട്രോഫിൽസ് എന്ന് പറയുന്ന രക്താണുവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ശ്വേത രക്താണുക്കൾ, അത് കുറയുമ്പോൾ മെയിൻലി വരുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുന്നു, നമുക്ക് കൂടുതൽ ഇൻഫെക്ഷൻസ്, അണുബാധ കിട്ടാനുള്ള സാധ്യത. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ കോമൺലി കാണുന്നത് ഈ ഹീമോഗ്ലോബിൻ കുറയുമ്പോഴുള്ള ക്ഷീണം, അല്ലെങ്കിൽ രക്തക്കുറവിൻ്റെ ശ്വാസം മുട്ടൽ, നടക്കുമ്പോഴുള്ള കിതപ്പ്, അല്ലെങ്കിൽ ബ്ലീഡിങ് സിംറ്റംസ്. ഇതാണ് സാധാരണമായി നമ്മൾ കാണുന്ന രോഗലക്ഷണങ്ങൾ. എന്നിരുന്നാലും ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഒരു രോഗലക്ഷണങ്ങളും ഇല്ലാതെ വെറുതെ എന്തെങ്കിലും അസുഖത്തിന്, പനിക്ക് വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം ഈ അസുഖം കണ്ടുപിടിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ക്രോണിക് ലുക്കീമിയയെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു കണ്ടുപിടിക്കുന്ന പരിധി, അല്ലെങ്കിൽ ഇത് രോഗം അതിന് ഉത്ഭവിക്കുന്ന ഒരു സ്റ്റേജ് തന്നെ കുറച്ച് നേരത്തെയാണ്. ഒരു 6 മാസമോ 3 മാസം മുമ്പേ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ
ചില ആൾക്കാർക്ക് ഒട്ടും തന്നെ കാണാറുമില്ല. സാധാരണമായും ഇതിലും രക്തം കുറയുന്നതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ അതാണ് പ്രധാനമായിട്ടും CML എന്ന് പറയുന്നത്, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുന്ന അസുഖത്തിൽ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുള്ള സിംറ്റംസാണ് കാണുന്നത്. വളരെ ചുരുക്കം ആൾക്കാർക്ക് രക്തം കൗണ്ട് വളരെ കൂടിയിട്ട് ഒരു ബ്ലാസ്റ്റ് ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞ സിറ്റുവേഷൻ, അതായത് കഴലകൾ വീക്കമായിട്ട് വരാറുണ്ട്. ക്രോണിക് ലിംഫോയിഡ് ലുക്കീമിയ എന്ന് പറയുന്ന പ്രായം 60-70 വയസ്സിൽ പ്രായമുള്ളവർക്ക് കാണുന്ന അസുഖം കോമൺ ആയിട്ടും കഴലുകളെ ബാധിക്കുന്നതാണ്. അത് പലർക്കും കഴുത്തിലോ ഉടലിലോ ഉള്ളിലോ കക്ഷത്തോ ഉള്ള കഴലുകൾ വലുതായിട്ടാണ് അതിൻ്റെ രോഗലക്ഷണം കാണപ്പെടുന്നത്. ALL എന്ന് പറഞ്ഞ കുട്ടികളിൽ കാണുന്ന അസുഖം, അതായത് ഒരു 4-10 വയസ്സിക്കിടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് കാണുന്ന അസുഖം. അതിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ അമിതമായ ക്ഷീണം, ബ്ലീഡിംഗ് ടെൻഡൻസി, പിന്നെ കുട്ടികൾ ചില പ്രത്യേക രോഗലക്ഷണങ്ങൾ കാണാറുണ്ട്. പലപ്പോഴും തെറ്റിദ്ധരിച്ചിക്കപ്പെട്ട ഒരു ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാദസംബന്ധമായ അസുഖമെന്ന് പറഞ്ഞ് ഒരു രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകാറുണ്ട്. പക്ഷേ ഈ ബോൺ പെയിൻസ്, എല്ലുകളിലുള്ള വേദന, അതാണ് വേറൊരു പ്രധാനമായ ഒരു രോഗലക്ഷണം കുട്ടികളിൽ കാണുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ അക്യൂട്ട് ലുക്കീമിയകൾ രക്തക്കുറവിൻ്റെ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് കുറവിൻ്റെ ലക്ഷണങ്ങൾ, ബ്ലീഡിംഗ് അല്ലെങ്കിൽ അമിതമായ ക്ഷീണം, കുട്ടികളിലാകുമ്പോൾ വാദസംബന്ധമായ ലക്ഷണങ്ങളോട് കൂടി വരാം, എല്ലുകൾക്കുള്ള വേദനകളായിട്ട് വരാം. പ്രായം ചെന്നവർക്ക് കഴലകൾ വീക്കം മുതിരി അല്ലെങ്കിൽ അമിതമായ ക്ഷീണം, ശ്വാസം മുട്ടൽ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാണുന്ന രോഗലക്ഷണം. ഏത് തരത്തിലുള്ള ബ്ലഡ് ക്യാൻസറാണ് കുട്ടികളിൽ പൊതുവെ കണ്ടുവരുന്നത്? ഏത് പ്രായക്കാരെയാണ് ഈ അസുഖം ബാധിക്കുന്നത്? കുട്ടികളിൽ പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ALL അല്ലെങ്കിൽ അക്യൂട്ട് ലിംഫോയിഡ് ലുക്കീമിയ എന്ന് പറയുന്ന ക്യാൻസറാണ്. അതിനുശേഷം ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് AML, പിന്നെ വളരെ ചുരുക്കമായിട്ട് രക്താർബുദമല്ല, ന്യൂറോബ്ലാസ്റ്റോമ, അങ്ങനത്തെ വേറെ രീതിയിലുള്ള ക്യാൻസറുകളാണ് കുട്ടികളിൽ കാണപ്പെടുന്നത്. കുട്ടികളിൽ കാണപ്പെടുന്ന ALL എന്ന് പറഞ്ഞ ക്യാൻസർ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് 1-10 വയസ്സിനിടയിലാണ്. എന്നിരുന്നാലും അത് 15-20 വയസ്സിനുള്ളിൽ വരെ നമ്മൾ കാണാറുണ്ട്. ചുരുക്കമാണ് പ്രായമേറുന്നവർ 20-30 വയസ്സുള്ള ആൾക്കാർക്കും ഈ രോഗം കാണാറുണ്ട്. കുട്ടികളിലുള്ള രോഗലക്ഷണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പ്രധാനമായിട്ടും ഒരു കുഞ്ഞ് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, പല ആൾക്കാർക്കും ജോയിൻറ്റിനുള്ള പെയിൻ അല്ലെങ്കിൽ എല്ലുകളുള്ള പെയിൻ കാരണം കുട്ടികൾ നടക്കാതാവുക, അല്ലെങ്കിൽ ജോയിൻസിന് വീക്കം വന്ന കാരണം അതൊരു വാദസംബന്ധമായ അസുഖമാണെന്ന് തെറ്റിദ്ധരിച്ച് ചികിത്സ തേടുക. പിന്നെ ബ്ലീഡിംഗ് ടെൻഡൻസീസ്, രക്തം ബ്ലീഡിംഗ് നിൽക്കാതിരിക്കാനുള്ള സാധ്യത, അത് പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് കുറയുമ്പോൾ ഉള്ള പ്രോബ്ലംസ്, രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ്, വൈറ്റ് റെഡ് സെൽസ് അല്ലെങ്കിൽ റെഡ് സെൽസ് കുറയുന്നുള്ള പ്രോബ്ലംസ്, അതായത് ബ്ലീഡിംഗ് അധികമായി സംഭവിച്ച് അമിതമായ ക്ഷീണം, നടക്കുമ്പോഴുള്ള കിതപ്പ്, കുട്ടികൾ ഒട്ടും ആക്റ്റീവ് അല്ലാതായിരിക്കുക. അപ്പോൾ പൊതുവേ ഓടിച്ചാടി നടക്കുന്ന ഒരു കുഞ്ഞ് വളരെ ഡള്ളായിട്ടിരിക്കുക, അല്ലെങ്കിൽ വിട്ടുമാറാതൊരു പനി വന്ന് അങ്ങനെ ഡള്ളായിരിക്കുമ്പോൾ ഇങ്ങനത്തെ രോഗത്തിനെ കുറിച്ചുള്ള സംശയം ഡെഫിനറ്റ്ലി ഉണ്ടാവും. എന്താണ് ബ്ലഡ് ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സാ രീതി? ലുക്കീമിയ എന്ന് പറയുമ്പോൾ ഒന്ന് അക്യൂട്ട് ലുക്കീമിയ എന്ന് പറയും, 2 ക്രോണിക് ലുക്കീമിയ എന്ന് പറയും. അക്യൂട്ട് ലുക്കീമിയ എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്ന രോഗമാണ്. അതിൻ്റെ കോംപ്ലിക്കേഷൻസും കൂടുതലാണ്. ട്രീറ്റ്മെൻറ്റിന് കിട്ടുന്ന ഫലനും ചിലപ്പോൾ കുറവായിട്ട് കാണും. മെയിനായിട്ട് നമുക്ക് ലുക്കീമിയയിലെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് കീമോതെറപ്പിയാണ് ഏറ്റവും ട്രീറ്റ്മെൻറ്റ്. റേഡിയോതെറപ്പി ചില അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL പറയും, എസ്പെഷ്യലി കുട്ടികൾക്കോ അഡൾട്ടുകൾക്കോ അങ്ങനെ ഒരു ലുക്കീമിയ വരുവാണെങ്കിൽ കീമോതെറപ്പിയുടെ ഒപ്പം റേഡിയോതെറപ്പി വേണ്ടി വരും. അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ ദർ ഈസ് നോ റേഡിയോതെറപ്പി ജനറലി റിക്വയർഡ്, മെയിൻലി കീമോതെറപ്പിയാണ് കൊടുക്കേണ്ടത്. അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന് പറയുമ്പോൾ കീമോതെറപ്പി ആദ്യം ഇൻഡക്ഷൻ കീമോതെറപ്പി എന്ന് പറയും, ഒരു കോമ്പിനേഷൻ ഓഫ് കീമോതെറപ്പി. അതിൻ്റെ ശേഷം കൺസോളിഡേഷൻ കീമോതെറപ്പി. ദ കൺസോളിഡേഷൻ കീമോതെറപ്പി നമുക്ക് ഇൻഡക്ഷൻ കൊടുത്ത ശേഷം അസുഖത്തിന് കൺട്രോൾ വന്ന ശേഷം അതിൻ്റെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രോങ്കർ കീമോതെറപ്പിയാണ് കൺസോളിഡേഷൻ കീമോതെറപ്പി. അത് കഴിഞ്ഞ ശേഷം റീഇൻഡക്ഷൻ കീമോതെറപ്പി ആൻഡ് ദെൻ മെയിൻ്റനൻസ് കീമോതെറപ്പി. ഈ മെയിൻ്റനൻസ് കീമോതെറപ്പി ഏകദേശം 2 കൊല്ലമോളം നമുക്ക് കൊടുക്കേണ്ടി വരും ആഫ്റ്റർ ഇനിഷ്യൽ കീമോതെറപ്പി. ഇത് ALL ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. AML എന്ന് പറയുമ്പോൾ വെരി സ്ട്രോങ് കീമോതെറപ്പി, 3 ഇല്ലെങ്കിൽ 4 സൈക്കിൾ കീമോതെറപ്പി കൊടുക്കേണ്ടി വരും. ആദ്യം കൊടുക്കുന്ന കീമോതെറപ്പിയുടെ പേര് ഇൻഡക്ഷൻ കീമോതെറപ്പി എന്ന് പറയും. പിന്നെ ഉള്ള 3 സൈക്കിൾ കീമോതെറപ്പി കൺസോളിഡേഷൻ കീമോതെറപ്പി പറയും. ചില പേഷ്യൻസിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്മാത്ര റിസൾട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചിലപ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആദ്യം കീമോതെറപ്പി കഴിഞ്ഞ ശേഷം നമുക്ക് ചെയ്യേണ്ടി വരും. മൂന്നാമത്തെ നമുക്ക് ക്രോണിക് ലുക്കീമിയ. ക്രോണിക് ലുക്കീമിയയിൽ 2 ടൈപ്പ് ഉണ്ട്, CLL ആൻഡ് CML. ഈ ക്രോണിക് ലുക്കീമിയ എന്ന് പറയുന്നത് ഇത് പതുക്കെ വരുന്ന ഒരു ലുക്കീമിയാവാണ്. ആദ്യം പേഷ്യൻസിനൊക്കെ കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഒന്നും കാണത്തില്ല.
വെറുതെ നമ്മുടെ റൊട്ടീൻ ബ്ലഡ് ചെക്ക് 60 ഇയേഴ്സ് അബോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി നമുക്ക് ചെയ്യുമ്പോൾ ഇൻസിഡൻ്റലി സംടൈംസ് നമുക്ക് ഡിറ്റക്ഷൻ ആകും. വിത്തൗട്ട് പേഷ്യൻറ്റിക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളില്ല, ഒരു ഡിസ്കംഫർട്ട് അത്ര നോക്കിയാറുണ്ട് അത്രയേ ഉള്ളൂ. അങ്ങനെ കൗണ്ട് നോക്കുമ്പോൾ ഒരുപാട് കൗണ്ട് കൂടുതലായിട്ട് കാണിക്കും. അങ്ങനെയുള്ള രോഗങ്ങളിന് എസ്പെഷ്യലി ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുമ്പോൾ ഒരു ഗുളിക തന്നെ ഇപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലുക്കീമിയ മാറാൻ കൂടി ചാൻസസ് ഉള്ള സ്റ്റേജിലാണ് നമുക്ക് എത്തിയിട്ടുണ്ട്. ഈ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ ഈസ് എ മോഡൽ ഫോർ ദ ക്യൂർ ഫോർ ഓൾ അതർ ക്യാൻസേഴ്സ്. ഈ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയിൽ ഒറ്റ ഗുളിക ഷുഗർ പ്രഷർ കഴിക്കുന്നത് പോലെ ഒരു ഗുളിക ദിവസം കഴിക്കുവാണെങ്കിൽ നമുക്ക് അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറാൻ ചാൻസസ് ഉണ്ട്. CLL ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് സിംറ്റംസ് ഉണ്ടോ, എന്തൊക്കെ സിംറ്റംസ് ആണ്, അതിൻ്റെ ക്രോമോസോം ചേഞ്ചസ് എങ്ങനെയെങ്കിലും ഉണ്ടോ, അതനുസരിച്ചാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത് വെദർ അക്യൂട്ട് ലുക്കീമിയ ഓർ എ ക്രോണിക് ലുക്കീമിയ. പിന്നെ അക്യൂട്ട് ലുക്കീമിയയിൽ ബോൺ മാരോ ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രോമോസോം ചേഞ്ചസ്, തന്മാത്ര ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ, അതനുസരിച്ച് കീമോതെറപ്പി മാത്രം മതിയോ, കീമോതെറപ്പി റേഡിയോതെറപ്പി വേണം, ഇല്ലെങ്കിൽ കീമോതെറപ്പി റേഡിയോതെറപ്പി ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വേണം നമുക്ക് തീരുമാനിക്കേണ്ടി വരും. ഈ അസുഖം പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്ന ഒന്നാണോ? ഈ അസുഖം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ അതായത് ALL അത് കുട്ടികൾക്ക് വരുവാണെങ്കിൽ നമുക്ക് എസ്പെഷ്യലി കുട്ടികളിന് 10 വയസ്സിന് താഴെ ഉള്ള കുട്ടികൾ, 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വരുവാണെങ്കിൽ ഏകദേശം 80 മുതൽ 90% കംപ്ലീറ്റ് ക്യൂറാക്കാൻ പറ്റും. AML ആണെങ്കിൽ പ്രായത്തനുസരിച്ച് നമ്മുടെ ചികിത്സയുടെ ഫലം വേരിയബിളും. ആവറേജ് നമുക്ക് ഒരു 50% കംപ്ലീറ്റ് ആയിട്ട് ക്യൂറാക്കാൻ പറ്റും. ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗുളിക കൊണ്ട് നമുക്ക് അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറാനും അസുഖം കംപ്ലീറ്റ് ആയിട്ട് കൺട്രോളിൽ വെച്ച് ജീവിതകാലം നോർമലായിട്ട് പോകാനും ഒരു സാധ്യത ഉണ്ട്. CLL എന്ന് പറയുമ്പോൾ അസുഖത്തിൻ്റെ സിംറ്റംസ് അനുസരിച്ച് ചില പേഷ്യൻസിന് 10 കൊല്ലം ടു 15 കൊല്ലം ജീവിക്കാം, ചില പേഷ്യൻ്റ് 5 മുതൽ 10 കൊല്ലം വരെ ജീവിക്കാം. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യുന്ന കാരണത്തെ അനുസരിച്ച് ആദ്യം വന്ന ലുക്കീമിയ തന്നെയാണ് നമുക്ക് ചെയ്യുന്നുണ്ടോ, തന്മാത്രക്കത്തിൻ്റെ കാരണമായിട്ട് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടോ, ഇല്ല അസുഖം തിരിച്ച് വന്നതുകൊണ്ട് ചെയ്തിട്ടുണ്ടോ, അതനുസരിച്ച് അതിൻ്റെ സക്സസ് റേറ്റ് വേരിയബിളും. ജനറലി നമുക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ആ കോംപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് 10-15% ഉണ്ട്. കൂടാതെ സക്സസ് റേറ്റ് നമുക്ക് എല്ലാം നന്നായിട്ട് പോവുകയാണെങ്കിൽ, മാച്ച്ഡ് ഡോണർ കിട്ടുവാണെങ്കിൽ, വൈറസ് ഒന്നും ഇല്ല ആണെങ്കിൽ, നമുക്ക് കോംപ്ലിക്കേഷൻ ബോൺ മാരോ ചെയ്യുന്ന സമയത്തിൽ ഒന്നും ഇല്ല ആണെങ്കിൽ, GVHD അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ സക്സസ് റേറ്റ് ഒരു 60-70% കിട്ടാൻ ചാൻസസ് ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ വിച്ച് ലുക്കീമിയ അതനുസരിച്ചാണ്. സോ എല്ലാ ലുക്കീമിയാവും ബാഡ് പ്രൊഗ്നോസിസ് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചില ലുക്കീമിയ ലൈക്ക് വാട്ട് ഐ സെഡ് പീഡിയാട്രിക് ALL എന്ന് പറയുമ്പോൾ 80-90% സക്സസ് റേറ്റ് അങ്ങനെയാണ്. എന്താണ് ഇമ്മ്യൂണോതെറാപ്പി? ബ്ലഡ് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് ഇത് എത്രത്തോളം ഫലപ്രദമാണ്? ക്യാൻസർ സെൽസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ആകുന്ന ഒരു സെൽസാണ്. അപ്പോൾ നമുക്ക് ആ ക്യാൻസർ സെൽസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, മൾട്ടിപ്ലിക്കേഷൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, അത് ഗുണപ്പെടുത്താൻ വേണ്ടി നമുക്ക് കീമോതെറപ്പി കൊടുക്കേണ്ടി വരും. ഈ കീമോതെറപ്പി കൊടുക്കുമ്പോൾ ഇത് കെട്ടണുക്കൾ മാത്രമില്ല, നല്ല അണുക്കളെയും നശിപ്പിക്കുന്നുണ്ട്. അതുമാത്രമില്ല, കീമോതെറപ്പി പേഷ്യൻ്റ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായ ശേഷവും 10-15 കൊല്ലങ്ങൾ കഴിയുമ്പോൾ ശേഷം പേഷ്യൻസ് ഡെവലപ്പ് കോംപ്ലിക്കേഷൻസ്. ബിക്കോസ് ഓഫ് ദ കീമോതെറപ്പി patient received 10-15 years back. Patient can develop secondary leukemia. Patient can develop മജ്ജയുടെ പ്രശ്നങ്ങൾ ലൈക്ക് MDS. ഇങ്ങനെയൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സക്സസ് റേറ്റ് കൂടുമ്പോൾ കീമോതെറപ്പിയുടെ ലോങ് ടേം സൈഡ് എഫക്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട്, അതുമാത്രമില്ല പേഷ്യൻസ് ഹു ഈസ് നോട്ട് റെസ്പോണ്ടിങ് കീമോതെറപ്പി അലോൺ, അതുകൊണ്ട് നമുക്ക് വേറെങ്കിലും അഡീഷണൽ മെഡിസിൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഫലം കൂടുന്നുണ്ട്, സൈഡ് എഫക്റ്റ് കുറയുന്നുണ്ട്, ലോങ് ടേം കോംപ്ലിക്കേഷൻസ് കുറയാൻ സാധ്യത ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഇമ്മ്യൂണോതെറപ്പി ഈസ് കമ്മിങ് ഇൻ ടു ദ പിക്ചർ. വാട്ട് ഈസ് ഇമ്മ്യൂണോതെറപ്പി എന്ന് വെച്ചാൽ നമുക്ക് ഇറ്റ് ഈസ് നോട്ട് എ കീമോതെറപ്പി. നമ്മുടെ എല്ലാ സെൽസിലെയും നമുക്ക് അതിൻ്റെ മേലെ സർഫേസ് മാർക്കേഴ്സിനുണ്ട്. CD4, CD5, CD8 അങ്ങനെ മാർക്കേഴ്സ് ഉണ്ട്. നമുക്ക് എങ്ങനെ പേരുണ്ടോ അതേപോലെ സെൽസിൻ്റെ മുകളിൽ സർഫേസ് മാർക്കേഴ്സ് ഉണ്ട്. വി ടാർഗറ്റ് ദാറ്റ് സർഫേസ് മാർക്കേഴ്സ്.
ഫോർ എക്സാമ്പിൾ CD20 ആൻറ്റിബോഡി. ഇപ്പോൾ CD20 ആൻറ്റിബോഡി എന്ന് പറയുന്നത് നമ്മുടെ ബി സെൽസ്, നമ്മുടെ ലിംഫോസൈറ്റ്, അതായത് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ അത് വരുന്ന ലിംഫോസൈറ്റ്സ്, അതിൽ ഈ ലിംഫോസൈറ്റിൽ വരുന്ന ലുക്കീമിയാവാണ് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ. സപ്പോസ് അങ്ങനെയുള്ള രോഗത്തിന് നമുക്ക് CD20 എന്ന് പറയുന്ന മോളിക്യൂൾ ആ ലുക്കീമിയ സെൽസിന് മുകളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഇമ്മ്യൂണോതെറപ്പി കൊടുക്കുമ്പോൾ ഇറ്റ് സെലക്റ്റീവ്ലി ടാർഗറ്റ് ദ ലിംഫോസൈറ്റ്സ് വിത്തൗട്ട് അഫക്റ്റിംഗ് അതർ സെൽസ് ഓഫ് ദ ബോഡി. അപ്പോൾ നമുക്ക് ഈ അഫക്റ്റാണ് സെൽസ് ഇല്ലാത്ത നോർമൽ സെൽസ് അഫക്റ്റ് ആകാൻ ചാൻസസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വി ആർ ടാർഗറ്റിംഗ് ദ തെറപ്പി വിത്തൗട്ട് കോസിങ് കോംപ്ലിക്കേഷൻസ് ഇൻ ദ അതർ ഓർഗൻസ് ഓഫ് ദ ബോഡി. എങ്കിലും ഈ ഏതൊരു മെഡിസിനും ചില സൈഡ് എഫക്ട്സ് ഉണ്ട്. ഈ ഇമ്മ്യൂണോതെറപ്പി മെഡിസിൻസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അലർജിക് റിയാക്ഷൻസോ ഇല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ജനറലി ഇമ്മ്യൂണോതെറപ്പി the advantage is to increase the effect of the chemotherapy, to reduce the side effect of the chemotherapy, to avoid the long-term complications of the chemotherapy, to increase the curative potentials of the chemotherapy. We are targeting the cells with the antibodies which is acting on the surface of the cancerous cells. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്നാൽ എന്താണ്? ഏത് തരം ക്യാൻസറിനാണ് ഈ ചികിത്സാ രീതി പ്രയോജനം ചെയ്യുന്നത്? ആദ്യം കീമോതെറപ്പി കൊടുക്കുന്ന ശേഷം നമുക്ക് ലുക്കീമിയാവെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൺട്രോൾ ആകുന്ന ലുക്കീമിയ ചിലപ്പോൾ നമുക്ക് തിരിച്ചു വരാൻ സാധ്യത ഉള്ളു. അത് നമുക്ക് ഈ ക്രോമോസോം ചേഞ്ചസ് തന്മാത്ര റിസൾട്ട് കാണുമ്പോൾ അറിയാം. ചില ലുക്കീമിയ കൺട്രോൾ ആകുന്നില്ല, ഇൻസ്പൈറ്റ് ഓഫ് എല്ലാ ടെസ്റ്റും നെഗറ്റീവ് ആണെങ്കിലും. ഇങ്ങനെ ലുക്കീമിയ തിരിച്ചു വരുമ്പോഴോ അതിൻ്റെ തന്മ വെച്ച് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ആവശ്യം വരുമ്പോൾ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, വി ആർ ഗിവിങ് എ വെരി വെരി ഹൈ ഡോസ് സ്ട്രോങ് കീമോതെറപ്പി. അതുകൊണ്ട് എല്ലാ സെൽസിലും ഇൻക്ലൂഡിങ് സ്റ്റെം സെൽസ് ആസ് വെൽ ആസ് ക്യാൻസറസ് സെൽസ് ആർ ബീയിങ് കിൽഡ്. അപ്പോൾ നമുക്ക് സ്റ്റെം സെൽസ് നശിപ്പിച്ച് പോകുമ്പോൾ നമുക്ക് വി ഹാവ് ടു റീപ്ലേസ് ദ സ്റ്റെം സെൽസ് ആൻഡ് ദാറ്റ് ഈസ് വൈ വി ആർ ഡൂയിങ് ദ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ. പിന്നെ എന്തിനാ അല്ലോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്? വേറെ ഒരുത്തർട്ടേന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ലുക്കീമിയയെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ലുക്കീമിയ വരുന്നതും തിരിച്ചു വരുന്നതും ഇങ്ങനെയാണ്. ഇപ്പോൾ അല്ലോ ട്രാൻസ്പ്ലാന്റും ചെയ്യുമ്പോൾ വേറെ ഒരു ഡോണാർട്ടേന്ന് എടുത്ത് കൊടുക്കുമ്പോൾ അവരുടെ സ്റ്റെം സെൽസ് നമ്മുടെ സ്റ്റെം സെൽസ് നശിപ്പിച്ച് പോകുന്ന സ്റ്റെം സെൽസ്, കീമോതെറപ്പി കൊണ്ട് നശിപ്പിച്ച് പോകുന്ന സ്റ്റെം സെൽസ് ഈസ് ബീങ് റീപ്ലേസ്ഡ് ബൈ ദ ഡോണർ സ്റ്റെം സെൽസ്. കൂടാതെ ഡോണർ സെൽസും ഇമ്മ്യൂണിറ്റിയെ കൊടുക്കുമ്പോൾ ആ ഇമ്മ്യൂണിറ്റി നമ്മുടെ ക്യാൻസർ സെൽസ്, അതായത് പേഷ്യൻറ്റിന് ഉള്ള ക്യാൻസർ സെൽസെയും നശിപ്പിച്ച് കളയും. ഇത് രണ്ടാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻസ്. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഏത് ലുക്കീമിയാവാക്കാൻ നമുക്ക് ചെയ്യുന്നതിന് അതനുസരിച്ചാണ് ഔട്ട്കം. ഇഫ് ലുക്കീമിയ ഈസ് ആദ്യം തന്നെ നമുക്ക് ചെയ്യുവാണെങ്കിൽ, സപ്പോസ് ചില ചേഞ്ചസ് കൊണ്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യുവാണെങ്കിൽ സക്സസ് റേറ്റ് കൂടുതലാണ്. ലുക്കീമിയ തിരിച്ച് വരുമ്പോൾ സെക്കൻഡ് ടൈം തേർഡ് ടൈം റിലാപ്സ് ആകുമ്പോൾ സക്സസ് റേറ്റ് കുറയുന്നുണ്ട്. MDSന് ഒരു ചേഞ്ചസ് കൊണ്ട് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ വരുമ്പോൾ സക്സസ് റേറ്റ് കുറയാൻ ചാൻസസ് ഉണ്ട്. പ്രായം ആകുന്തോറും സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് താങ്ങാൻ ശക്തിയില്ലാത്ത എൽഡർലി പേഷ്യൻസിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. ബ്ലഡ് ക്യാൻസറിനെ കുറിച്ചുള്ള വിശദമായ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു അസുഖത്തെക്കുറിച്ചും ചികിത്സാ രീതിയെക്കുറിച്ചും എല്ലാമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.